ഊർക്കടവ് സുരേഷ്, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുബിൻ, പ്രിയങ്കരനായ ബിന്ദു, ശ്രീ വിജയൻ ഏലംകുളം, ശ്രീ സുബ്രഹ്മണ്യൻ, കുഴിപ്പള്ളി ഗോപാലൻ, ശ്രീമതി സരോജിനി, മറ്റ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ സിദ്ദിഖ് മാഷ്, മുജീബ് മാഷ്, ആരിഫ് ഉൾപ്പെടെ, സിഡി ഷെരീഫ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. മനാഫ് വക്കീൽ പറഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. ഞാനവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ സത്യത്തിൽ ഇത് തന്നെയാണോ നമ്മുടെ സമ്മേളന പന്തലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു സംസ്ഥാന സമ്മേളനത്തെ വെല്ലുന്ന രൂപത്തിലുള്ള അത്രയേറെ പ്രൗഢിയും ഗാംഭീര്യവുമുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയത്. ഇങ്ങനെയുള്ള ഒരു വലിയ സമ്മേളനം അങ്ങനെ അതൊരു സുപ്രഭാതത്തിലല്ല, ഒരുപാട് ദിവസത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി, ആലോചനയുടെ ഭാഗമായി, ചർച്ചയുടെ ഭാഗമായി ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്താൻ തീരുമാനിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കളെയും ഭാരവാഹികളെയും സഹപ്രവർത്തകന്മാരെയും ഒക്കെ നിറഞ്ഞ മനസ്സോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സമ്മേളനം ഒരു എന്നൊന്നും ഓർമ്മിക്കാനും ഓർമ്മയിൽ ഓമനിക്കാനും ഉതകുന്ന വായക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനുപകരിക്കുന്ന ഒരു വലിയ സമ്മേളനമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഏതായാലും വലിയ ഒരു പരിപാടി എന്ന നിലക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദലിത് കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ തീരുമാനിച്ചത് എന്തായാലും നന്നായി. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എന്നാലും മോശമല്ലാത്ത രൂപത്തിലേക്കുള്ള പങ്കാളിത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ എല്ലാ ദളിത് സഹോദരന്മാരോടും എൻ്റെ കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ച് എൻ്റെ അഭിവാദ്യം അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഒട്ടേറെ ആളുകൾ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ സുബിൻ്റെ സ്വാഗത പ്രസംഗവും അതേപോലെ തന്നെ സുരേഷിൻ്റെ അധ്യക്ഷ പ്രസംഗവും ഒക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. അതിലൊക്കെ അവർ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യവും, ഇന്ത്യൻ മുഴുവൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് അവരിവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എൻ്റെ അനുഭവത്തിൽ 2001 മുതൽ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. 2001 ഞാൻ ആദ്യമായി കുന്ദമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ടാണ് ഞാൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് വരെയായി മുസ്ലിം ലീഗിൻ്റെ അകത്തു നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു തിക്താനുഭവം എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങളേവരെയും സാക്ഷി നിർത്തി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗമായ, പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗമായ നമ്മെ മറ്റിതര രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ ചട്ടൂകങ്ങളായി നിർത്തുമ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെയല്ല. നമ്മയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പാത വെട്ടിത്തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നേരത്തെ മനാഫ് വക്കീൽ സൂചിപ്പിച്ചല്ലോ,
നാൽക്കാലികൾക്ക് നടന്നു പോകാൻ കഴിയുന്ന നടവഴിയിലൂടെ നടന്നു പോവാൻ എൻ്റെയും നിങ്ങളുടെയും മുൻഗാമികൾക്ക് കഴിഞ്ഞിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയതയും അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പൂർവ്വ പിതാമഹന്മാർ അവർ പ്രയാസം അനുഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. നേരാൻ വെള്ളം അംബേദ്കറിന് വെള്ളം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മുതുമുത്തച്ഛന്മാർക്കും ആ വെള്ളം കിട്ടിയിട്ടില്ല. നേരാൻ വെള്ളം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോലിക്ക് പോയാൽ വിശ്രമിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. നാൽക്കാലികളെപ്പോലെ പണിയെടുക്കേണ്ടുന്ന ഒരു വിഭാഗമായി അന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. ഇന്ന് ഈ വർത്തമാന കാലത്ത് ഇതര രാഷ്ട്രീയ പാർട്ടികളും നമ്മയൊക്കെ അവരുടെ ജാഥക്ക് നീളം കൂട്ടാനും അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുമുള്ള ഒരായുധമായി മാത്രമാണ് കാണുന്നത്. ഇവിടെ CPM ആവട്ടെ, BJP ആവട്ടെ, അതേപോലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, അവരൊക്കെ തന്നെ അവരുടെ പാർട്ടികളുടെ ജാഥയുടെ നീളം കൂട്ടാനും അവർക്ക് വോട്ട് ചെയ്യുന്ന ഉപകരണങ്ങളായി മാത്രം നമ്മെ നിർത്തിയപ്പോഴാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകളെ എല്ലാ പരിഗണനയും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ തെളിവാ ബഹുമാനപ്പെട്ട മനാഫ് KP രാമൻ മാസ്റ്ററുടെ പേര് ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ചടയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മഞ്ചേരിയുടെ MLA ആയിരുന്നു. കണ്ണൂർക്കാരനായ ചടയൻ, പയ്യാമ്പലത്തുകാരനായ ചടയൻ, ആ ചടയനെ കണ്ടെത്തി, പട്ടികജാതിക്കാരനായ ചടയനെ കണ്ടെത്തി ലാൻഡ് ബോർഡിൽ അംഗമാക്കി MLA ആക്കി, മദ്രാസ് നിയമസഭയിലും MLA ആക്കി, അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നേരത്തെ സൂചിപ്പിച്ച KP രാമൻ മാസ്റ്റർ നമുക്കൊക്കെ അറിയാം. ഒരു പട്ടികജാതിക്കാരനായ KP രാമൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായി അദ്ദേഹത്തെ MK ഹാജി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അദ്ദേഹം ഇന്ന് ഏതോ പാടത്തോ പറമ്പത്തോ അധ്വാനിക്കുന്ന ഒരു കർഷക തൊഴിലാളിയായോ ഒരു ചുമട്ട് തൊഴിലാളിയായോ ഒക്കെ ജീവിച്ചു പോയാനെ. വസൂരി നാട് മുഴുക്കെ വ്യാപിച്ച സന്ദർഭത്തിലാണ് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ എടുത്തുകൊണ്ടുപോയി MK ഹാജി സംരക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അതിലൊരു കുട്ടി കറുത്തവനായ KP രാമനായിരുന്നു. ആ KP രാമൻ മാസ്റ്ററെ തേച്ചു കുളിപ്പിച്ചു, വസ്ത്രം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകി. അങ്ങനെ ആ തിരൂരങ്ങാടി യത്തീംഖാനയിൽ തന്നെ അദ്ദേഹത്തിനെ അധ്യാപകനായി നിർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്തി കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവ് MK ഹാജിയാണ്. ആ KP രാമൻ മാസ്റ്റർ ആദ്യമായി ജനപ്രതിയാവുന്നത് വേങ്ങര ഗ്രാമപഞ്ചായത്തിലാണ്. വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ സംവരണ വാർഡിൽ നിന്ന് ജയിച്ചു വന്നു KP രാമൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഒട്ടേറെ മുസ്ലിം പ്രമാണിമാരായ, ഒട്ടേറെ സമ്പന്നന്മാരായ ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരിരിക്കുമ്പോൾ നേരത്തെ മനാഫ് സാഹിബ് ബിലാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാണ് KP രാമൻ മാസ്റ്ററെ കൊണ്ടുവന്ന് വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അവരോധിക്കുന്നത്. നിങ്ങളറിയണം, ഇന്ന് ഒട്ടേറെ ഗ്രാമപഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ പ്രസിഡന്റുമാർ പട്ടികജാതിക്കാരാണ്. എന്തുകൊണ്ടാ അങ്ങനെ ആയി വന്നത്? നിലവിലുള്ള സംവരണ വ്യവസ്ഥിതി വെച്ചുകൊണ്ടാണ്. ആ പഞ്ചായത്തുകൾ സംവരണ പഞ്ചായത്തുകളായി മാറിയതിൻ്റെ ഭാഗമായാണ് ഈ പറയപ്പെടുന്ന പട്ടികജാതിക്കാർക്കൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വരാൻ അവസരം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആ നിയമം ഉണ്ടാവുന്നതിന് മുമ്പ്, അങ്ങനെ സംവിധാനം ഉണ്ടാവുന്നതിന് മുമ്പ്
മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചിന്തിക്കാനാവാത്ത വിധം വിപ്ലവകരമായ തീരുമാനമാണ് ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്നെടുത്തത്. പട്ടികജാതിക്കാരനായി പ്രമാണിമാരായ മുസ്ലിം ജനപ്രതികളെയൊക്കെ മാറ്റി നിർത്തി പട്ടികജാതിക്കാരനായ KP രാമനെ നേരെ പഞ്ചായത്ത് പ്രസിഡന്റായി അവരോധിക്കുന്ന കാഴ്ചയാണ് അന്ന് വേങ്ങര പഞ്ചായത്തിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആ KP രാമൻ മാസ്റ്ററെ പിന്നീട് അദ്ദേഹത്തെ MLA ആക്കി. ഞാൻ ഉൾക്കൊള്ളുന്ന കുന്നമംഗലത്തെയൊക്കെ MLA ആയി KP രാമാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ KP രാമാസ്റ്റർ പിന്നെ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന് 2 PSC മെമ്പർമാരെ അവസരം വന്നപ്പോൾ അതിലൊരു PSC മെമ്പറാക്കിയത് ഈ പറയപ്പെടുന്ന KP രാമൻ മാസ്റ്ററെയാണ്. അവിടെ ഒന്നും സംവരണത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടല്ല, ജനറൽ മെറിറ്റിലാണ് KP രാമനെ അവിടെ PSC മെമ്പറാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പിന്നീട് അവസരം കിട്ടിയപ്പോൾ മന്ത്രിക്ക് തുല്യമായ ക്യാബിനറ്റ് റാങ്കോടുകൂടി KP രാമസ് മാസ്റ്ററെ ഖാദി ബോർഡ് വൈസ് ചെയർമാനാക്കിയതും ഈ പറയപ്പെടുന്ന സംവരണ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടായിരുന്നില്ല. അങ്ങനെ നൽകാവുന്നതിൻ്റെ പരമാവധി പദവികൾ ഈ കറുത്തവനായ പട്ടികജാതിക്കാരനായ KP രാമൻ എന്ന് പറയുന്ന ആൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം. അവിടുന്ന് ഇങ്ങോട്ട് ആ കഥ ഇങ്ങനെ ഇപ്പോഴും തുടർന്നു വരികയാണ്. 100 കണക്കിന് ആളുകൾ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളായി ഗ്രാമപഞ്ചായത്തിലാവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, അവിടങ്ങളിലൊക്കെ കോണി അടയാളത്തിൽ മത്സരിച്ച് ജനപ്രതിനിധികളായി ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. അകാലത്ത് അകലങ്ങളിലേക്ക് അകന്നുപോയ നമ്മുടെയൊക്കെ പ്രിയങ്കനായ AP ഉണ്ണികൃഷ്ണൻ ഇതേപോലെ വേങ്ങരയിൽ നിന്ന് പാണക്കാട് കുടുംബം ഏറ്റെടുത്തു. അദ്ദേഹത്തെ ഖാദി ബോർഡ് മെമ്പറാക്കി, ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. നൽകാവുന്നതിന് ഇനിയും ഒരുപാട് പരിഗണനകൾ അദ്ദേഹത്തെ തേടി വന്നേന്. അപ്പോഴേക്ക് അദ്ദേഹത്തെ ദൈവം തിരിച്ചു വിളിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ ആളുകൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, അതൊക്കെ പട്ടികജാതിക്കാർക്ക് മാത്രമല്ലേ ആ പരിഗണന എന്ന് ചോദിച്ചാൽ അതല്ല. മുസ്ലിം ലീഗിന്റെ ഭാഗത്തോളം മുസ്ലിം ലീഗ് ഈ ദുനിയാവിൽ എല്ലാ വിഭാഗം ആളുകളെയും, അതിൻ്റെ അകത്ത് ജാതിയോ മതമോ ഒരു ചിന്തയില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, വയനാട്ടുകാരത്ത് ജയന്തി രാജനുണ്ട്. ജയന്തി എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു ആദിവാസി കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ്. ഇപ്പൊ അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് നിലനിൽക്കുന്നതിനെ കൊണ്ടാണ് സാങ്കേതികമായി അവർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. എനിക്ക് അടുത്ത് പരിചയമുള്ള കുടുംബമാണ്. 10-30 വർഷം മുമ്പേ എനിക്കറിയാവുന്ന കുടുംബമാണ്. അവിടുത്തെ ആദിവാസി മൂപ്പനായിരുന്ന ആ മൂപ്പന്റെ മകനാണ് രാജൻ. ആ രാജന്റെ ഭാര്യയാണ് ജയന്തി. അവരിന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ വനിതാ വിഭാഗത്തിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ശ്രീ ജ്ഞാനം വിജയനൊക്കെ ദളിത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായും ജയന്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജയന്തി രാജൻ, ആദിവാസിയായ ജയന്തി രാജനെയാണ് മുസ്ലിം ലീഗ് വനിതാ വിഭാഗത്തിൻ്റെ വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് ഇന്ന് ഈ രാജ്യം മുഴുക്കെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ ആലപ്പുഴയിൽ ഒരു ശ്യാം സുന്ദർ ഉണ്ട്. ആലപ്പുഴ ശ്യാം സുന്ദർ എല്ലാവർക്കും അറിയാം. അദ്ദേഹം കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം ഈ സമൂഹത്തിലെ സവർണ വിഭാഗത്തിൽപ്പെട്ട
ഒരു വ്യക്തിത്വമാണ്. നേരത്തെ SFI DYFIയുടെ ഒക്കെ സംസ്ഥാന ദേശീയ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ശ്യാം സുന്ദർ ഇന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗമാ. ദളിതനല്ല, ആൾ ഇവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. തിരുവനന്തപുരത്തെ ആര്യ അന്തർജനം അറിയാലോ, പേര് കേട്ടാൽ തന്നെ. വനിതാ ലീഗിന്റെ ഭാരവാഹിയ പ്രവർത്തകയാ. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് വേണ്ടി മത്സരിച്ച ആളാ. ചെറിയ വോട്ടും തോറ്റുപോയി. എന്നോടും വിജയനോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ ആന്റണി, പേര് കേട്ടാൽ അറിയാം. അങ്ങനെ നിരവധി ആളുകൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിക്കീഴിൽ ജാതി ഒന്നും നോക്കാതെ മുസ്ലിം ലീഗിന്റെ അകത്ത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയല്ല, മറിച്ച് ഒരു മതേതര പാർട്ടിയാണെന്ന് ആരെ മുമ്പിൽ പറയാൻ ഈ അനുഭവങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ മറ്റു ദീർഘമായി കടന്നു പോകുന്നില്ല. വർത്തമാനകാലത്ത് ഒട്ടേറെ പ്രയാസകരമായ വസ്തുതകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ അതിൻ്റെ ഫണ്ട് നീക്കി വെക്കുമ്പോൾ 12% നമുക്കുള്ളതാണ്. 12% തുക ബജറ്റ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബജറ്റിലേക്ക് നീക്കി വെക്കുമ്പോൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് ഈ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന വർത്തമാനകാലത്ത് ബജറ്റിന്റെ പരിധിക്ക് അപ്പുറത്തു നിന്നുകൊണ്ടാണ് ഇന്ന് പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവിടെ പട്ടികജാതിക്കാരൻ പൂർണ്ണമായും പാടെ അവഗണിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഏതാണ്ട് മിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ സംവരണ വിഭാഗങ്ങൾക്കുള്ള പരിഗണന ഇന്നും ലഭ്യമായിട്ടില്ല എന്ന വസ്തുത നമുക്ക് മറക്കാനാവില്ല. 18ഓളം ആളുകൾ ഈ ഗവൺമെന്റിന്റെ ഭരണം വന്നതിന് ശേഷം പല രൂപത്തിലും മരണപ്പെടുകയുണ്ടായി. പോലീസ് പീഡനത്തിന്റെ ഭാഗമായാലും മറ്റതിക്രമങ്ങളുടെ ഭാഗമായാലും ആർക്കും ഒരു ചില്ലി കാശ് പോലും നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ ആശാ വർക്കർമാരെന്നു തിരുവനന്തപുരത്ത് പൊരുവേലും കൊണ്ടു സമരരംഗത്താണ്. ഈ സമൂഹത്തിലെ പകർച്ചവ്യാധി നോക്കാനും ഈ സമൂഹത്തിന്റെ വേദനകൾ അറിയാനും ഓടിച്ചാടി നമ്മോടൊപ്പം വരുന്ന ആശാ വർക്കർമാർ, അവരെ സമരം പരിഗണിക്കാനും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 10,000 കോടിയുടെ പദ്ധതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. നമ്മളറിയണം, 10,000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി 10 പൈസ നീക്കി വെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അംബേദ്കറിന്റെ ചരിത്രം. ഇല്ലായ്മയിൽ നിന്നു പടിപടിയായി ഉയർന്നു വന്ന അംബേദ്കറുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. പണ്ടു CH മുഹമ്മദ് കോയ സാഹിബ് തൻ്റെ സമൂഹത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ആരാന്റെ വെള്ളം കോരികളും വിറകോട്ടികളുമായി എൻ്റെ സമൂഹം ഇനിയും അധപ്പതിക്കാൻ പാടില്ല എന്ന് CH മുഹമ്മദ് കോയ സാഹിബ് തൻ്റെ സമൂഹത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്. മഹാനായ അയ്യങ്കാളി പറഞ്ഞതും തൻ്റെ സമൂഹത്തിൽ നിന്ന് 10 BA-ക്കാരൻ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇന്ന് അങ്ങനെ ഈ ദളിത് സമൂഹത്തിൽപ്പെട്ട ഇളം തലമുറയിൽപ്പെട്ട ആളുകൾ പഠിച്ചു ഉയർന്നു വരാനുള്ള അനവധി സാഹചര്യം മുൻകാല ഗവൺമെന്റുകൾ സ്കോളർഷിപ്പുകളാവട്ടെ, ഗ്രാൻഡ് ആവട്ടെ, ലംസം ഗ്രാൻഡ് ആവട്ടെ, പോക്കറ്റ് മണി ആവട്ടെ, അങ്ങനെ പല പേരുകളിലായിട്ടും നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. 5 വർഷമായി നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് യഥാവിധി കൊടുക്കുന്നില്ല. എന്താ കാരണം? മറ്റൊന്നുമല്ല, പട്ടികജാതിക്കാരൻ പഠിച്ചുയർന്നു, അവർ ഈ സമൂഹത്തിന്റെ പടി കടന്നു പോവേണ്ടതില്ല എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഫാസിസ്റ്റ് ചിന്താഗതിയുടെ RSSഉം കൂടി തമ്മിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ്
ഈ പട്ടിക വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം തടഞ്ഞു നിർത്തുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനവുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. 5 വർഷമായി നമ്മുടെ ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ കുട്ടികൾ പഠനരംഗത്ത് കൊഴിഞ്ഞു പോകുന്നത് കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കടന്നു പോകുന്ന കുട്ടികൾ പഠിക്കാൻ നിവൃത്തിയില്ലാതെ, ആവശ്യമായ സാമ്പത്തിക സഹായം കിട്ടാതെ, പണ്ടുമായി മുന്നോട്ട് പോവാതെ അവർ കൊഴിഞ്ഞു പോകുന്ന നിരവധി ആളുടെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ വലിയ മുഖ്യ പങ്കാളിത്തമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചപ്പോഴാണ് പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു മെഡിക്കൽ കോളേജ് പാലക്കാട്ട് ആരംഭിച്ചത്. വിപ്ലവകരമായ തീരുമാനമാണ്. 50% മെറിറ്റ് വെച്ചു നമ്മളെ കുട്ടികളെ ഡോക്ടർമാരായി വരാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ഥാപനം ആരംഭിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സ്ഥാപനത്തിന്റെ കടക്കൽ കത്തിവെച്ചു. കത്തിവെച്ചതിന്റെ പ്രവർത്തനം ഇന്ന് ഏതാണ്ട് മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവരുടെ ഈ ഫാസിസ്റ്റ് ശക്തികളുടെയും മാർക്സിസ്റ്റ് ശക്തികളുടെയും ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ എന്ന കാര്യം ഞാനിവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ രംഗത്തും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിന്നോക്കം വലിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ കേന്ദ്ര ഭരണകൂടമാവട്ടെ, ഫാസിസ്റ്റ് പാർട്ടിയാവട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയാവട്ടെ, ഇവർ രണ്ടാളുകളും ഇന്ന് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് വളരെ ആവശ്യമായ സൗകര്യമൊരുക്കി തന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ മുസ്ലിം ലീഗാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളിന്ന് നിരവധി ആളുകളെ ജനപ്രതികളായും മറ്റ് മേഖലകളിലൊക്കെ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. തീർച്ചയായും ആ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനും അതിനെ വളർത്താനും നിങ്ങളാൽ ലഭ്യമാവുന്ന അവസരങ്ങൾ പൂർണ്ണമായും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ വായക്കാട് പഞ്ചായത്ത് സമ്മേളനമാണ്. വായക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് കൂടിയിരിക്കാനും വർത്തമാനം പറയാനുമുള്ള ഒരവസരമൊരുക്കിയ മുസ്ലിം ലീഗ്, തീർച്ചയായും ഈ മുസ്ലിം ലീഗ് നേതൃത്വം നമ്മുടെ വിഷയങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വലിയ തണൽ മരമാണ്. ആ തണൽ മരത്തിൻ്റെ തണല് പരമാവധി നമ്മൾ ചൂഷണം ചെയ്യണം. മുസ്ലിം ലീഗിനെ പരമാവധി നമ്മൾ ചൂഷണം ചെയ്യണം. ഏതൊക്കെ കാര്യത്തിലാണ്? മുസ്ലിം ലീഗിന് ജനപ്രതിനിധികളുണ്ട്. മുസ്ലിം ലീഗ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു. ആ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടു നമ്മുടെ ദളിത് കോളനികളിലേക്ക്, ദളിത് സംഘടനകളിലേക്ക്, 4 സെന്റ് കോളനിയിലേക്ക്, അതേപോലെ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വികസനം എത്തിക്കാൻ അവിടങ്ങളിലെ പോരായ്മ ഈ ലീഗ് ലീഡർഷിപ്പിനെ നിങ്ങൾ അറിയിക്കണം. അവരെ ഉപയോഗപ്പെടുത്തി ആ പോരായ്മ പരിഹരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസപരമായി നമ്മളെ കുട്ടികൾക്ക് പുതിയ പാക്കേജുകൾ ഉണ്ടാക്കാൻ ഈ പറയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം. അങ്ങനെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നമ്മുടെ തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പറയപ്പെടുന്ന ഇന്ത്യയുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു ശങ്കയും വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലഭ്യമാവുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വർത്തമാനകാല രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്യന്തം വേദനാജനകമായ രൂപത്തിൽ കടന്നു പോവുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില ക്രമാതീതമായി ഉയർന്നു എല്ലാ തലത്തിലും നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത് ആകെ താറുമാറായിരിക്കുന്നു. ഈ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിലെ പട്ടികജാതിക്കാരാണ്. അവരെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായാണ് നമ്മളെ ചുട്ടുകരിക്കുന്നത്, നമ്മുടെ കോളനികൾ അഗ്നിക്കിരയാക്കുന്നത്. തർക്കം വേണ്ട. ആ വിദ്യാഭ്യാസ രീതി
കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കിയാൽ നാളുകളിൽ വരാൻ പോകുന്നത് നമ്മളെ ഇളം തലമുറയുടെ പതനമായിരിക്കും എന്ന കാര്യത്തിലോ നമ്മുടെ ഇളം തലമുറയുടെ നാശമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് 100% ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നതുപോലെ നാളുകളിൽ കേരളത്തിലേക്കും കടന്നു വരും. അതിനുള്ള വഴിയാണ് ഇവരൊരുക്കിക്കൊണ്ടു പോകുന്നത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയായാലും പിണറായി വിജയനായാലും രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. ചേട്ടൻ ബാബയും അനിയൻ ബാബയുമായി ഇവർ രണ്ടുപേരും ഒത്തുപോവുകയാണ്. പഠനരംഗത്ത് രണ്ടുപേരും 100% പരാജയത്തിലാണ് അവരിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ കേട്ട മുദ്രാവാക്യമുണ്ട്: ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നാണ് അവർ പാടിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി. ജാതീയമായി സമൂഹത്തെ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാണ്. വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളിയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്ന് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം നടത്തുകയും മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം നടത്തുകയും ചെയ്തുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ്. ഞാൻ എൻ്റെ കുടുംബക്കാവിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. എൻ്റെ കുടുംബക്കാവിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കൊടുങ്ങല്ലൂർ പോവാറുണ്ട്, ഞാൻ കാടാമ്പുഴ പോവാറുണ്ട്, ഗുരുവായൂർ പോവാറുണ്ട്, ശബരിമല പോവാറുണ്ട്. എൻ്റെ വിശ്വാസപ്രകാരമുള്ള എൻ്റെ എല്ലാ ആരാധനാലയങ്ങളിലും ഞാൻ കടന്നു പോകാറുണ്ട്. മുസ്ലിം ലീഗ് അവിടങ്ങളിലൊക്കെ പോകാനും എൻ്റെ വിശ്വാസ പ്രമാണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശബരിമലയിലൊക്കെ ഞാൻ പോയപ്പോൾ ഞാൻ അവിടെ കേട്ടൊരു ശരണം വിളി നമുക്കറിയാലോ. ശരണമയ്യപ്പ എന്ന ശരണം വിളിയോട് കൂടിയാണ് അയ്യപ്പ ഭക്തന്മാരൊക്കെ ശബരിമലയിലേക്ക് പോവാറുള്ളത്. ആ ശബരിമല പൂങ്കാവനം ഇന്ന് പൂർണ്ണമായും താറുമാറായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മുഴുവൻ പിണറായി വിജയൻ്റെ ആളുകൾ കയറിക്കൂടി അവിടെയുള്ള സ്വത്തുക്കൾ മുഴുവനായി ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വർത്തമാന കാലത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ ഭരണമയ്യപ്പ എന്നാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വിളിക്കാറില്ലേ, കർപ്പൂര ദീപം സ്വാമിക്ക്, അവിലും മരലും സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക് എന്നൊക്കെ. ആ സമയം സഹാക്കന്മാർ വിളിക്കുന്നത് സ്വർണ്ണത്തളിക പിണറായിക്ക് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ അവരിങ്ങനെ അപഹരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മളിന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹൈന്ദവ വികാരം കത്തിച്ചുകൊണ്ട് നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉത്തേജിപ്പിക്കാൻ വരുന്ന സഖാക്കളോടും BJP-ക്കാരോടും നമ്മൾ പറയേണ്ടത്, ഹൈന്ദവരായ ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവും മുസ്ലിം ലീഗ് തടസ്സപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഹൈന്ദവ ക്ഷേത്രങ്ങളെ അപമാനിക്കുകയും അവിടുത്തെ സ്വത്തുക്കൾ അപഹരിക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനും കൂട്ടരുമാണ് എന്ന് തിരിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അതിമനോഹരമായ സമ്മേളനം ഒരുക്കിയ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, നേതാക്കളെയൊക്കെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിലെത്തിയ എല്ലാ ദളിത് സഹോദരി സഹോദരന്മാർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്.